ത്രിയേക ദൈവത്തിന് സ്തുതി. വിലാപങ്ങൾ 3:39 ഇപ്രകാരം നാം കാണുന്നു: ജീവനുള്ള മനുഷ്യൻ തൻ്റെ പാപത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് എന്തിന് പരാതിപ്പെടണം? ഏതൊരു മനുഷ്യനും മറ്റൊരുവൻ്റെ പാപത്തിന് സ്വയം ശിക്ഷയേൽക്കേണ്ടതായി വരുന്നില്ല. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ മോഹം ജഡം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണമായോ മരണത്തെ പ്രസവിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. തൻ്റെ സ്വന്തമായ മോഹങ്ങളാകുന്നു ഏതൊരു മനുഷ്യൻ്റെയും പാപങ്ങൾ. പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ. ജഡീകമായ ലോകസുഖങ്ങളിൽ വിഹരിച്ചുകൊണ്ട് പാപത്തെ ക്ഷണിച്ചു വരുത്തിയതായ മനുഷ്യൻ തൻ്റെ പാപവിഹിതമായ ശിക്ഷയെക്കുറിച്ച് പരാതിപ്പെടുകയല്ല, മറിച്ച് തനിക്ക് ലഭിക്കുന്നതായ ദണ്ഡനങ്ങളുടെ ആധിക്യം കുറഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെടുകയത്രേ ചെയ്യേണ്ടത്. എപ്രകാരമാകുന്നു അവൻ മാനസാന്തരപ്പെടേണ്ടത്? സ്വപിതാവിൽ നിന്ന് അകന്ന് ജീവിച്ചതിന് ശേഷം തൻ്റെ ഭവനത്തിലേക്ക് തിരികെ മടങ്ങിയെത്തിയ ആ ധൂർത്തുപുത്രനെ പോലെ, ദൈവ തേജസ് നഷ്ടമായി നാശത്തിൻ്റെ വക്കിൽ നിന്നും ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തിനെ പ്രീതിപ്പെടുത്തിയ നിനുവ നഗരിയെപ്പോലെ അവൻ മാനസാന്തരപ്പെടണം. ഓരോ മനുഷ്യൻ്റെയും വീണ്ടെടുപ്പിനും തിരിച്ചുവരവിനുമായി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നതാകുന്നു ഓരോ നോമ്പും. നോമ്പിലെ നമസ്കാരത്തിൽ നാം ഇപ്രകാരം കാണുന്നു: കർത്താവേ, ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും നിനക്ക് വെടിപ്പുള്ള ധൂപം പോലെ സൗന്ദര്യങ്ങളുടെ പുകയായി നിന്റെ സന്നിധിയിൽ കൈക്കൊള്ളപ്പെടുമാറാകണമേ എന്ന്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളെ പോലെയും ഇടതുഭാഗത്തെ കള്ളനെ പോലെയും തങ്ങളുടെ പാപത്തിൽ മറ്റുള്ളവരെ പഴിചാരി സ്വയം നശിക്കുന്നവരായി മാറുവാൻ നാം ഇടയാകരുത്. മറിച്ച് ആത്മാവിലും ശരീരത്തിലും ശരിയായി നോമ്പ് നോൽക്കുകയും കർത്താവിനെ പ്രീതി സമ്പാദിച്ച് രക്ഷയുടെ തുറമുഖം പ്രാപിച്ചവരായ നിനുവ നഗരവാസികളെ പോലെ തൻ്റെ പാപങ്ങളിൽ നിന്നും മനം തിരിഞ്ഞിരിക്കുന്നവരായിരിക്കാൻ നമുക്കേവർക്കും സാധിക്കണം. ശുദ്ധമുള്ളതായി നോമ്പ് അതിന് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.